ഇതൊരു സാധാരണ ഗ്രാമമാണ്. പച്ചപ്പും ചിരികളും ഒരു ചെറിയ ചായക്കടയും. പക്ഷേ ഒരു ചെറിയ പ്രശ്നം ഗ്രാമത്തെ മുഴുവൻ കുലുക്കി. കുളം വറ്റി. വെള്ളം പോലെ തന്നെ സൗഹൃദവും ഉണങ്ങി. വാക്കുകൾ ഉയർന്നു. വിരൽ ചൂണ്ടലുകൾ തുടങ്ങി. ആരും കേൾക്കാൻ തയ്യാറായില്ല. അവർക്കിടയിൽ ഒരാൾ മാത്രം ശാന്തനായിരുന്നു. വലിയ വളഞ്ഞ മീശയും ചൂടുള്ള ചായയും, മനസ്സിൽ വലിയ ആഴവും. അവൻ മീശമാർജാരൻ. അവൻ സംസാരിച്ചില്ല, പക്ഷേ അവന്റെ നിശബ്ദത എല്ലാവരെയും കേൾപ്പിച്ചു. ഒരു നിമിഷം വാക്കുകൾ നിന്നു. മഴയുടെ ശബ്ദം മാത്രം. അപ്പോൾ അവൻ പറഞ്ഞു, വെള്ളം വഴിയുണ്ടെങ്കിൽ ഒഴുകും. മനുഷ്യർക്കും അതേ നിയമം. അത് കുറ്റാരോപണമല്ല, ഉപദേശം പോലുമല്ല, ഒരു ഓർമ്മപ്പെടുത്തൽ. അഹങ്കാരം താഴ്ന്നു. കണ്ണുകൾ തുറന്നു. കൈകൾ ഒന്നായി. ഒരുമിച്ചവർ പ്രവർത്തിച്ചു. കുളം വൃത്തിയാക്കി. വെള്ളം തിരിച്ചു കൊണ്ടുവന്നു. സൂര്യാസ്തമയത്തിൽ കുളം വീണ്ടും നിറഞ്ഞു. അരികിൽ മീശമാർജാരൻ വീണ്ടും ചായ കുടിച്ചു. അവൻ പുഞ്ചിരിച്ചു. മീശ തിരുത്തി. കാരണം ചിലർ സംസാരിച്ചാണ് പഠിപ്പിക്കുക, ചിലർ ജീവിച്ചാണ്.